കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം വീണ്ടും അവതാളത്തിലേക്ക്. നിധി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം ഏപ്രിൽ 1 മുതൽ നിർത്തിവെക്കാൻ സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ തീരുമാനം. 4.77 കോടി രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് തീരുമാനം. ജനം ബ്രേക്കിംഗ്. 9 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തേതു മാത്രം നൽകി മരുന്നു കമ്പനികളെ അനുനയിപ്പിച്ച സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് സഹകരണ ബാങ്കിന്റെ തീരുമാനം. മെഡിസിപ്പ്, കാസ്പ്, KBF, ESI എന്നിങ്ങനെ വിവിധ സർക്കാർ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നൽകിയ 4.77 കോടി രൂപ ലഭിക്കാതെ വന്നതോടെയാണ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് മരുന്ന് വിതരണം നിർത്താൻ തീരുമാനിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ബാങ്കിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം പോലും ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിന് നിർബന്ധിതമായതെന്ന് ബാങ്ക് ഡയറക്ടർ ബോർഡ് വ്യക്തമാക്കി. വിവിധ ഇൻഷുറൻസ് സ്കീമുകളിലുള്ള ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് വ്യവസ്ഥ കൊടുത്ത തുകകൾ നമുക്ക് കിട്ടാൻ ബാക്കി നിൽക്കുകയാണ്. ഏകദേശം 4.25 കോടിയോളം നമുക്കിന്ന് ഗവൺമെന്റിൽ നിന്നും വിവിധ സ്കീമുകളിൽ നമുക്ക് കിട്ടാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനിയും അത് തുറന്നു പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. മെഡിക്കൽ കോളേജിൽ നിർധനരായിട്ട് രോഗികൾക്ക് മറ്റ് ഒരിടത്തൊന്നും മരുന്ന് കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പെൻഡിങ് വന്നപ്പോഴും ഞങ്ങളത് ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ പല അതോറിറ്റീസിനും ഈവൻ ചീഫ് മിനിസ്റ്റർക്കടക്കം ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ ഒരു ഇന്ന ദിവസം നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടാം എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പും ലഭിക്കാത്തത് കൊണ്ട് ഇനിയും തുറന്നു പോകാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഡയറക്ടർ ബോർഡും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് ബോർഡും തമ്മിലുള്ള കരാർ പ്രകാരം 3 മാസത്തിലൊരിക്കലെങ്കിലും പണം നൽകണം. ഇത് ചിലപ്പോൾ 6 മാസത്തോളം എത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ മെയ് മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനിയും കിട്ടാനുള്ളത്. പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തുക അനുവദിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. 250 കോടി രൂപയാണ് മെഡിക്കൽ കോളേജിന് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത്. മരുന്ന് വിതരണം ചെയ്ത വകയിൽ 90 കോടി രൂപയും സ്റ്റെന്റ് വിതരണം ചെയ്ത വകയിൽ 36 കോടി രൂപയും വിതരണക്കാർക്ക് കുടിശ്ശികയാണ്. തുടർന്ന് മാസങ്ങളായി തുടർന്നു വന്ന സമരം കഴിഞ്ഞ ആഴ്ചയാണ് പിൻവലിച്ചത്. നാമമാത്ര തുക നൽകി ബാക്കി പിന്നീട് നൽകാമെന്ന വാഗ്ദാനമായിരുന്നു ആശുപത്രി അധികൃതർ നൽകിയത്. വാക്കുപാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടരാനാണ് വിതരണ കമ്പനികളുടെ തീരുമാനം. ഇതിനിടയിലാണ് സഹകരണ ബാങ്കിന്റെയും തീരുമാനം. സർക്കാർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.